നമസ്കാരം, ഞാൻ ഹീലർ ജംഷിയ ഷെരീഫ് ഹെയർ ഹീലിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ചു കാര്യങ്ങൾ വ്യക്തമാക്കിയാലോ? ചിലർ എന്നോട് ചോദിക്കുമേ, മരുന്നുകൾ എടുക്കാൻ പറയുന്നത് നിങ്ങൾ തന്നെ, പിന്നെ അക്യുപഞ്ചർ എന്തിനാണ്? ചില അസുഖങ്ങൾക്ക് അക്യുപഞ്ചർ മാത്രം മതിയാകില്ല, അപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടിംഗ് കൂടെ വേണ്ടിവരും. പക്ഷേ ചില അസുഖങ്ങളിൽ മരുന്നുകൾ മാത്രം എടുത്താലും പെട്ടെന്ന് ശമനം കാണാനാകില്ല. അപ്പോൾ അക്യുപഞ്ചർ സപ്പോർട്ട് ട്രീറ്റ്മെന്റ് ആയി ചേർത്താൽ അസുഖത്തിന്റെ മൂർച്ച പെട്ടെന്ന് കുറക്കാൻ സഹായിക്കും. ഞാൻ മരുന്നുകൾക്കെതിരല്ല. വീഡിയോസ് ഇടുമ്പോൾ പലരും കളിയാക്കും, ചോദിക്കുമേ, ഇങ്ങനെ പ്രഷർ കൊടുത്താൽ മാറുമോ? റിസൾട്ട് കിട്ടുമോ? അക്യുപഞ്ചർ ചെയ്യാൻ പാടില്ല, പോലീസ് പിടിക്കും. 6 മാസം കൊണ്ട് ഡോക്ടർ ആകുമോ? പ്രസവം എടുക്കാമോ? മരുന്ന് നിർത്തുമോ? അങ്ങനെ നീളുന്ന പല ചോദ്യങ്ങൾ. ഞാൻ റഹ്മാൻ അക്യുപഞ്ചർ അക്കാദമിയിൽ നിന്ന് 1 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയ വ്യക്തിയാണ്. കോഴ്സിൽ ഉൾക്കൊള്ളുന്നത് മോഡേൺ അനാട്ടമി, ഫിസിയോളജി മെഡിക്കൽ ടെർമിനോളജി, ഹിസ്റ്ററി, തിയറീസ് ഫണ്ടമെന്റൽസ് ഓഫ് അക്യുപഞ്ചർ, അപ്ലൈഡ് അക്യുപഞ്ചർ ഡയഗ്നോസ്റ്റിക് മെത്തഡ്സ്, ചൈനീസ് കപ്പിംഗ് തെറാപ്പി, സുജോക്ക് കളർ സീഡ് ലീഫ് തെറാപ്പി, ഒറിക്കുലർ അക്യുപഞ്ചർ. ഇതിന്റെ കൂടെ പ്രാക്ടിക്കലും ഇന്റേൺഷിപ്പും 100 കേസ് സ്റ്റഡി പ്രൊജക്ട് സബ്മിഷനും ഒക്കെ ഉണ്ട്. ഞങ്ങൾ പ്രസവം എടുക്കുന്നില്ല, മരുന്ന് നിർത്തുന്നില്ല. ഇത് ഇന്ത്യയിൽ നിയമപരമായി അംഗീകരിച്ച സുരക്ഷിതമായ ട്രെയിനിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രം ചെയ്യാവുന്ന ചികിത്സാരീതിയാണ്. ഇന്ത്യൻ അക്യുപഞ്ചർ ടിസിയം ചൈനീസ് മെഡിസിനുമായി സംയോജിപ്പിക്കരുത്. നിയമം വ്യക്തമാക്കുന്നത് ലൈസൻസ് എടുത്ത ട്രെയിനിംഗ് പൂർത്തിയാക്കിയവർക്ക് ഇത് ചെയ്യാൻ സാധിക്കും. നിയമവിരുദ്ധമല്ല, സുരക്ഷിതമാണ്. അക്യുപഞ്ചർ പരീക്ഷിച്ചു നോക്കൂ, നിങ്ങൾക്കു തന്നെ ഫലങ്ങൾ കാണാം. ടിസിയം അക്യുപഞ്ചർ നിങ്ങളുടെ അസുഖത്തിന് ഫാസ്റ്റ്, സേഫ്, പവർഫുൾ സപ്പോർട്ട് തരും തീർച്ച. ഇനിയെങ്കിലും കാര്യങ്ങൾ ഗ്രഹിക്കുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.